കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ. LDF ഭരണസമിതിയുടെ കാലത്തെ അഴിമതി അന്വേഷിക്കണമെന്ന ആവശ്യവുമായി മുൻ നഗരസഭാ കൗൺസിലർ ഇസ്മായിൽ എരഞ്ഞിക്കൽ. ഇക്കാര്യം കാട്ടി നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥിന് നിവേദനം നൽകി. LDF ഭരണസമിതിയുടെ പദ്ധതി നടത്തിപ്പിലെ ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ ഭരണസമിതിയിൽ തന്നെ ഉന്നയിച്ച കാര്യങ്ങൾ പുനരന്വേഷണം നടത്തി വെളിച്ചത്ത് കൊണ്ടുവരാൻ നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയതെന്ന് ഇസ്മായിൽ എരഞ്ഞിക്കൽ പറഞ്ഞു. ഭരണസമിതിയിലെ LDF അംഗമായിരുന്ന ഇസ്മായിൽ അന്ന് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിരവധി ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ഞാൻ മുൻ ഭരണസമിതിയിലെ കൗൺസിലറാണ്, നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ഭരണസമിതിയിൽ നടത്തിയ പദ്ധതികളിൽ മിക്ക പദ്ധതികളും കമ്മീഷന് വേണ്ടി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നുള്ള പരാതി ഉന്നയിച്ച ഒരു കൗൺസിലറാണ് കഴിഞ്ഞ ഭരണസമിതിയിൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിജിലൻസിനും ഏജൻസികൾക്കും ഞാൻ പരാതികൾ കൊടുത്തതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ചൂരക്കുളം നവീകരണത്തിൻ്റെ പേരിൽ വമ്പിച്ച സാമ്പത്തിക തട്ടിപ്പെടുത്തിയത്. രണ്ടാമത്തെ കാര്യമാണ് കുറ്റിക്കുരുമുളക് പദ്ധതിയിൽ കൊടുക്കുന്നത്. മൂന്നാമത്തെ ബയോപിന്. അങ്ങനെ 20ഓളം പദ്ധതികളിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തിരുന്നു, ഏജൻസികൾക്ക് പരാതി കൊടുത്തിരുന്നു. പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ആ അഴിമതികളുടെ കെട്ടുകൾ ഇപ്പോൾ അവിടെ കിടക്കുക. അപ്പോൾ പുതിയ ഭരണസമിതി വന്നത് ജനങ്ങൾ പ്രതീക്ഷയോടെയാണ് പുതിയൊരു ഭരണസമിതി കൊടുത്തിട്ടുള്ളത്. അതിൽ ജനങ്ങൾക്കനുസൃതമായി ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ചെയർപേഴ്സണാണ് പത്മിനി ഗോപിനാഥ്. ഒരു അഴിമതിക്കും കൂട്ടുനിൽക്കാത്ത ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനകീയ ചെയർപേഴ്സണിന് മുമ്പാകെയാണ് ഞാൻ മുൻ കൊടുത്ത പരാതികളുടെ കെട്ടുകളും അതിന് പുനരന്വേഷണം നടത്തി ഈ പദ്ധതികളിൽ നടന്ന അഴിമതികളെ തികച്ചും കണ്ടെത്തിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പരാതി കൈമാറിയിട്ടുള്ളത്. അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് തന്റെ നിവേദനത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഇസ്മായിൽ എരഞ്ഞിക്കൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. വണ്ടിക്കൂലി വെറുതെയാവില്ല. ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ്. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്.